ഇന്ന് തിയേറ്ററിൽ പോയി കണ്ട് നല്ല ഗംഭീരമായിട്ട് മൂഞ്ചിയൊരു സിനിമയാണ് മാഡം വെബ് എന്ന് പറയുന്നത്. സിനിമ തുടങ്ങിയ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി കണ്ടിരിക്കുന്ന പ്രേക്ഷകനെ കൊഞ്ഞനം കുത്തി കാണിച്ച് മൂഞ്ചിക്കുന്ന വളരെ ചുരുക്കം സിനിമകളിൽ ഒന്നാണ് മാഡം വെബ് എന്ന്. ഈ ഒരു സിനിമയുടെ ട്രെയിലർ കണ്ട സമയത്ത് ഒരുപാട് ഹോപ്പ് ഉണ്ടായിരുന്നു. കാരണം നമ്മൾ ആസ് യൂഷ്വലി കണ്ടുവരുന്ന ക്ലീഷേ സൂപ്പർ ഹീറോ മൂവീസിൽ നിന്നും എന്തെങ്കിലുമൊക്കെ ഡിഫറൻറ്റ് ആയിട്ടുള്ളൊരു സംഭവം ഇതിലുണ്ടാവും എന്ന് ഇതിൻ്റെ ട്രെയിലർ കണ്ടപ്പം മനസ്സിലായിരുന്നു. കാരണം ഇതിൻ്റെ വില്ലനെ പ്രസൻറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന രീതി ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ഇതിൽ ഡക്കോട്ട ജോൺസൺ അവതരിപ്പിക്കുന്ന ഒരു മെയിൻ ക്യാരക്ടറുടെ പവേഴ്സ് ആയിക്കൊള്ളട്ടെ, മൊത്തത്തിലുള്ള സിനിമയുടെ ആ ഒരു സെറ്റപ്പ് തന്നെ പറയുന്നത് ഗംഭീരമായിരിക്കും എന്ന് ഇതിൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ആക്ച്വലി എക്സ്പെക്ട് ചെയ്ത് വെച്ചത്. ഇനി എൻ്റെ കുഴപ്പമാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ തിയേറ്ററിൽ പോയി കണ്ട സമയത്ത് ആ ഒരു ട്രെയിലറിൽ കാണിച്ചിരിക്കുന്നതിൻ്റെ നൂറിലൊന്ന് പോലും പടത്തിനകത്തില്ലായിരുന്നു. സിനിമ ആ ഒരു ട്രെയിലറിനെ അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് വലിച്ചു നീട്ടി വെച്ചതാണോ എന്ന് പോലും തോന്നിപ്പോയി. അമ്മാതിരി ഐറ്റം അവരൊരു അരമണിക്കൂറിൻ്റെ എപ്പിസോഡിനകത്തൊക്കെ ഒതുക്കാൻ പറ്റുന്ന സാധനത്തിനെയാണ് ഇമ്മാതിരി വലിപ്പിച്ച് മൂഞ്ചിച്ച് വെച്ചേക്കുന്നത്. ഇനി വലിപ്പീര് പോട്ടെ, സിനിമ ഇനി ഒരു 2 മണിക്കൂർ എടുത്ത് വെച്ചെങ്കിൽ അത് ഓക്കെ, അങ്ങനെ വെച്ചോട്ടെ. പക്ഷേ കണ്ടിരിക്കുന്നവന് എന്തെങ്കിലും എൻഗേജിങ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് കൊണ്ടുവെക്കണം. ഇതിലെ ഡയലോഗ്സ് വെക്കണം. എനിക്ക് ആദ്യമായിട്ടാണ് ഒരു ഇംഗ്ലീഷ് മൂവി കണ്ടിട്ട് ഇതിലെ ഡയലോഗ്സ് ഒക്കെ ഇത്ര ഡ്രമാറ്റിക് ആയിട്ട് ഫീൽ ചെയ്തത്. നമുക്ക് ചില മലയാളം മൂവീസൊക്കെ കാണുന്ന സമയത്ത് അങ്ങനെ ഫീൽ ചെയ്യും. കന്നഡ, തെലുങ്ക് ഭാഷ എന്നൊക്കെ മലയാളം മൂവീസ് ഡബ് ചെയ്ത് വരുമ്പോഴത്തേനും നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യും. പക്ഷേ ആദ്യമായിട്ടാണ് ഒരു ഹോളിവുഡ് മൂവി കണ്ട സമയത്ത് ഇത്രയ്ക്കും ഡ്രമാറ്റിക്കായിട്ട് ഇത്രയ്ക്കും ക്രിഞ്ചായിട്ടുള്ള ഡയലോഗ്സ് ഒക്കെ കേൾക്കേണ്ടി വരുന്നത്. ഇതൊന്നും പോരാഞ്ഞിട്ട് ഇവർ 2003, 2004 ആ ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ആ ഒരു സെറ്റപ്പിൽ നടക്കുന്ന സ്റ്റോറിയാണ് മെയിനായിട്ടും പറയുന്നത്. അപ്പം ആ ഒരു കാലഘട്ടത്തിനൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് കാണിക്കണം. അതായത് നമ്മൾ ആ ഒരു 2000-ലൊക്കെ ഇറങ്ങി ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ട്. സ്പൈഡർമാൻ അടക്കമുള്ള ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ട്. അപ്പം ആ ഒരു കൈൻഡ് ഓഫ് കളർ ഗ്രേഡിങ്ങും മേക്കിങ്ങും ഒക്കെ വെച്ചുകൊണ്ട് ഇവർ ആ ഒരു സ്ഥലത്തിന് അല്ലെങ്കിൽ ആ ഒരു വേൾഡിനൊരു ലൈഫ് കൊണ്ടുവരാൻ നോക്കുന്നുണ്ടെങ്കിൽ കൂടെ ഇതൊക്കെ കൊണ്ടുവന്ന് വെച്ചാൽ ഇതിലെ ക്യാരക്ടേഴ്സിൻ്റെ ഒരു ലൈഫ് വേണ്ടേ. അവരോട് കാണുമ്പോൾ തന്നെ നമുക്കൊരു എമ്പതി, സിമ്പതി, ആ ഒരു ക്യാരക്ടർ ഇമോഷൻസ് ഒക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒന്നുമില്ല. ഡക്കോട്ട ജോൺസൻ്റെ ഒക്കെ അഭിനയം കാണുന്നു. വെറുപ്പിച്ച് അങ്ങോട്ട് കൈ വെച്ച് തന്നേക്ക് ഇന്നാ മോനെ പിടിച്ചു എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഇതിലെ വില്ലൻ, അവനെയാണ് എനിക്ക് തല്ലിക്കൊല്ലാൻ തോന്നുന്നത്. കാരണം ഈ ഒരു ട്രെയിലർ കണ്ട സമയത്ത് ഏറ്റവും പ്രതീക്ഷ ഉണ്ടായിരുന്ന ഒരു ഐറ്റം ആയിരുന്നു ഇതിലെ വില്ലൻ. റീസെൻ്റ്ലി കണ്ടതിൽ വെച്ച് ഇത്രയും മൂഞ്ചൊരു വില്ലൻ അത് ഇവനേ ഉള്ളൂ, ഇമ്മാതിരി ഒരു ഐറ്റം. അപ്പം ഈ ഒരു വില്ലൻ ക്യാരക്ടറിന് ഒരു പ്രോപ്പറായിട്ടുള്ള ഇൻട്രൊഡക്ഷൻ കൊടുക്കുമെന്ന് വെച്ചു. സിനിമയുടെ ഏറ്റവും തുടക്കത്തിലൊരു ഫ്ലാഷ് ബാക്ക് സീൻ ഉണ്ട്. അപ്പോൾ ആ ഒരു ഫ്ലാഷ് ബാക്ക് സീൻ വെച്ചുകൊണ്ടാണ് ഈ ഒരു സിനിമയുടെ മെയിൻ പ്ലോട്ടിലേക്ക് ഇവർ കടക്കുന്നത്. ആ ഒരു ഫ്ലാഷ് ബാക്ക് സീനൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഈ ഒരു മൂഞ്ചി സിനിമ എങ്ങോട്ടാണ് പോകുന്നതെന്ന്. കാരണം അവിടെ തന്നെ ക്ലീഷേസിൻ്റെ ഏറ്റവും വലിയ വാരി വിതറലുകൾ ഇങ്ങോട്ട് തുടങ്ങുകയാണ്. പിന്നീട് അങ്ങോട്ട് ഈ ഒരു വില്ലൻ ക്യാരക്ടർ ചെയ്ത് കൂട്ടുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഈ ഒരു വില്ലൻ ക്യാരക്ടറിനെ അതായത് ഈ ഒരു മെയിൻ വില്ലനായി മാറിയതിന് ശേഷം ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഈ ഒരു കില്ലറിൻ്റെ മോട്ടീവ് എന്താണ്, അല്ലെങ്കിൽ ഈ ഒരു വില്ലൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്തായിരുന്നു, ഈ വില്ലൻ എവിടെ നിന്നാണ് ഇത്രയും പവർ സോഴ്സ് ഒക്കെ ഉണ്ടാവുന്നത്, ഇവൻ എങ്ങനെയാണ് ഇത് യൂട്ടിലൈസ് ചെയ്യാൻ പഠിച്ചത്, ഇതൊന്നുമില്ല. അതായത് ആ ഒരു വില്ലൻ ക്യാരക്ടറിനും ഒരു തരത്തിലുള്ള സൈഡ് സ്റ്റോറീസ് ഇവർ കൊടുത്തിട്ടില്ല, ഒരു ലൈഫും ഇല്ല. ജസ്റ്റ് ആ ഒരു ക്യാരക്ടറിന് ഒരു സിമ്പിൾ മോട്ടീവ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു സിംഗിൾ മോട്ടീവ് ഉണ്ട്. ആ ഒരു സിംഗിൾ മോട്ടീവ് വെച്ചുകൊണ്ട് ആ ഒരു ക്യാരക്ടർ ചെയ്ത് കൂട്ടുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇപ്പം മാർവലിൻ്റെ മറ്റേത് മൂവീസ് എടുത്ത് നോക്കിയാൽ, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ മെയിൻ സിനിമകൾ എടുത്ത് നോക്കിയാൽ അതിലെ വില്ലന്മാരെന്നൊക്കെ പറയുമ്പോഴത്തേനും അവരോട് നമുക്കൊരു കണക്ഷൻ തോന്നണം. എങ്കിലേ ആ ഒരു വില്ലൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ എന്താണൊരു മീനിങ് ഉള്ളതെന്ന് നമുക്ക് മനസ്സിലാകത്തുള്ളൂ. പക്ഷേ ഇവിടെ വില്ലൻ എന്ന് പറയുന്ന ക്യാരക്ടറിനോട് ഒരു തരത്തിലുള്ള കണക്ഷനും ഇല്ല. ചില സമയത്തൊക്കെ തോന്നിപ്പോകും ഇവൻ ആരുമാണ്, ഇവൻ എന്താണ് ഈ ചെയ്യുന്നതെന്നൊക്കെ തോന്നിപ്പോകുന്ന രീതിക്കുള്ള ഒരു 916 മൂഞ്ചിയ വില്ലനാണ് ഈ ഒരു സിനിമയ്ക്കകത്തുള്ളത്. പിന്നെ പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. സിഡ്നി സീനിയൊക്കെ അടക്കമുള്ള ഒരുപാട് മെയിൻ ക്യാരക്ടേഴ്സ് ഉണ്ട്. പക്ഷേ എന്തോ ഈ ഒരു ക്യാരക്ടേഴ്സിനോടൊന്നും ഒരു തരത്തിലുള്ള കണക്ഷനും ഇവർക്കൊന്നും ഒരു ലൈഫും ഇല്ലാത്ത ഫീലാണ് തോന്നിയത്. ഇതുപോലത്തെ ക്യാരക്ടേഴ്സിനെ, അതായത് നമ്മളൊരു 100 സിനിമകളിനകത്തൂടെ കണ്ടിട്ടുള്ള ക്യാരക്ടേഴ്സിനെയൊക്കെ ഇവിടെയും കൊണ്ട് പ്രതിഷ്ഠിച്ചങ്ങോട്ട് വെച്ചേക്കുകയാണ്. നമുക്ക് ഒരു തരത്തിലുള്ള ഫ്രഷ്നെസ്സും തരാൻ ഐഡിയ ഇല്ലാത്തൊരു ഡയറക്ടറാണ് ഈ ചിത്രം എടുത്ത് വെച്ചേക്കുന്നതെന്ന് കാണുമ്പോഴത്തേനും മനസ്സിലാകും. അതുപോലെ ചുരണ്ടി ഓരോ സ്ഥലത്തുനിന്നും എടുത്ത് ഈ ഒരു സിനിമയ്ക്കകത്തോട്ട് കൊണ്ട് പ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ പറയാനാണെങ്കിൽ ഒരു ബിലോ ആവറേജ് എന്ന് പോലും പറയാൻ പറ്റാത്ത രീതിക്കുള്ളൊരു എക്സ്പീരിയൻസ് ആണ് എനിക്ക് ഈ ഒരു സിനിമ നൽകിയത്. ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല. ഒരുപാട് ഹോപ്പ് ഉണ്ടായിരുന്നു. പക്ഷേ ഒരു പ്രതീക്ഷയുടെ ഒന്നും ഒരു 7 അയലത്ത് പോലും ഒരു സിനിമ വന്നിട്ടില്ല. ചില ആൾക്കാർക്ക് ചിലപ്പം സിനിമ ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. പക്ഷേ അത്യാവശ്യം സൂപ്പർ ഹീറോ മൂവീസ് എല്ലാം ഫോളോ ചെയ്ത് അത്യാവശ്യം കോമിക്കൽ മൂവീസിനോടൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടായിട്ട് ഇങ്ങനെ കണ്ടുവരുന്നൊരു പ്രേക്ഷകനോട് മാർവലും സോണിയൊക്കെ കാണിക്കുന്ന ഏറ്റവും വലിയ ചെറ്റത്തരമായിരിക്കും ഒരു മാഡം വെബ് എന്ന് പറയുന്നത്. പിന്നെ അമേസിംഗ് സ്പൈഡർമാൻ അങ്ങോട്ട് മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ആ ഒരു കാറ്റഗറിയിൽ നിന്ന്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്പിൻ ഓഫ് കാറ്റഗറിയിൽ നിന്ന് വരുന്ന എല്ലാ മൂവീസിൻ്റെ അവസ്ഥ ഏകദേശം ഇതാണ്. വെനം 1ഉം വെനം 2ഉം പിന്നെ മറ്റേ ക്രീക്കണോ മാങ്ങാണ്ടി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സാധനങ്ങൾ ഇറക്കി വിടുന്നുണ്ട്. ഇതിൻ്റെ എല്ലാ അവസ്ഥ ഇതാണ്. അപ്പോൾ അതിൻ്റെ കൂടെയാണ് ഇപ്പോൾ മാഡം വെബും കൂടെ വന്നേക്കുന്നത്. അപ്പം എല്ലാം ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. ഇനി അങ്ങോട്ട് എന്താവും എന്നറിഞ്ഞുകൂടാ. എന്തൊക്കെയാണെങ്കിലും ഒരു സൂപ്പർ ഹീറോ ഒറിജിൻ സ്റ്റോറി നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. മാഡം വെബ്, അതുപോലെ തന്നെ മാഡം വെബിൻ്റെ കൂടെയുള്ള 3 ക്യാരക്ടേഴ്സിൻ്റെയും ഒരു പ്രോപ്പറായിട്ടുള്ള ഇൻട്രൊഡക്ഷൻ, ഒരു ക്യാരക്ടർ ഒറിജിനൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അതവരെങ്ങനെ യൂട്ടിലൈസ് ചെയ്ത് ഫ്യൂച്ചർ പ്രോജക്ട്സിലേക്ക് കൊണ്ടുവരും എന്ന് അറിഞ്ഞുകൂടാ. ഇനിയെങ്കിലും ഈ ഒരു ക്യാരക്ടേഴ്സിനെ
പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യട്ടെ എന്ന് വിശ്വസിക്കുകയാണ്. അല്ലാണ്ട് നമുക്കിപ്പോൾ വേറെ വഴിയൊന്നുമില്ല. അപ്പം ക്ലൈമാക്സിൽ എന്തെങ്കിലും പോസ്റ്റ് ക്രെഡിറ്റ് സീനൊക്കെ കാണുമെന്ന് പ്രതീക്ഷയാണ് പോയത്, പക്ഷേ ഒന്നുമില്ല. അപ്പോൾ സിനിമ കാണുന്ന ആൾക്കാർക്ക് അങ്ങനത്തെ എന്തെങ്കിലും സംഭവമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് പ്രതീക്ഷിച്ചിരിക്കുകയാണെങ്കിൽ ഒന്നും കാണാൻ ചാൻസ് ഇല്ല. പിന്നെ എൻ്റെ ഒരു അഭിപ്രായം വെച്ചിട്ട് ഈ ഒരു സിനിമ തിയേറ്ററിൽ പോയി കാണുമെന്ന് ഞാൻ പറയത്തില്ല. കാരണം നിങ്ങളുടെ ആ ഒരു പൈസ വെറുതെ പോകത്തേ ഉള്ളൂ. OTT വന്ന് കണ്ടാലും വലിയ വ്യത്യാസമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. എന്തൊക്കെയാണെങ്കിലും സിനിമ കണ്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ.